ഇന്നത്തെ എൻ്റെ വീഡിയോ ചപ്പാത്തി, പൂരി, അപ്പം എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഗ്രീൻ പീസ് ഇസ്റ്റു കറിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് എടുത്ത് നന്നായി കഴുകി ഒരു രാത്രി കുതിർത്തെടുത്ത ഗ്രീൻ പീസാണിത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 7 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് കുക്കറിലേക്കിട്ട് ഗ്രീൻ പീസ് മുങ്ങി നിൽക്കുക വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ട്. ഗ്രീൻ പീസ് കുറച്ച് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് അടിച്ചു വെച്ച ആ അരപ്പ് ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ തിളപ്പിച്ചെടുക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം എരി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായ ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അല്പസമയം ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് അതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഇസ്റ്റു കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.